Okay. Last class we discussed about the models of professional roles, or what's the roles to be played by an engineer towards society. So there are main 6 types of roles to be played by an engineer towards society. That is, engineer as a savior, engineer as guardian, engineer as bureaucratic servant, social enabler, and last one is the game player. Okay, നമ്മൾ ഒരു എഞ്ചിനീയർ, ഒരു പ്രൊഫഷണൽ എത്തിക്സ് ലൈഫിൽ കീപ്പ് ചെയ്യുന്ന ഒരു എഞ്ചിനീയർ സൊസൈറ്റിയുടെ മുമ്പിൽ എന്തൊക്കെ റോളുകളാണ് അയാൾ പല സിറ്റുവേഷൻസിലായിട്ട് ആക്ട് ചെയ്യേണ്ടി വരിക എന്നുള്ളതിനെ പറ്റിയാണ് പറഞ്ഞത്. 6ഓളം റോൾസ് ആണ് ഒരു എഞ്ചിനീയർക്ക് സൊസൈറ്റിയുമായിട്ട് അല്ലെങ്കിൽ സൊസൈറ്റിയോട് നമ്മൾ കാണിക്കേണ്ടത്, നമ്മുടെ ലൈഫിൽ കാണിക്കേണ്ടുന്ന 6 വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ്, വ്യത്യസ്തമായ റോൾസ്. ഒന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സേവിയർ എന്ന് വെച്ചാൽ രക്ഷകരാവുക അല്ലെ. Engineer as a savior, save the society from poverty, illiteracy, wastage, inefficiency, and ill health. Then engineer as guardians, he guards the interest of the poor and general public. Then bureaucratic servants means he serves the organization and employers. He serves the organization and the employers. Then social servant means it is one who exhibits social responsibility. The engineer should have social responsibility. Then the engineer translate the interest and aspirations of the society into reality. Then social enabler and catalyst. Catalyst, we know that catalyst is it is a chemical which is used to enhance, or which is used to increase the speed of reaction in some chemical reaction. Like catalyst, as an engineer as a catalyst means one who changes the society through technologies immediately. So the engineer assists the management and the society to understand their needs and make decision on the desirable technological development. Then last one, engineer as a game player. He is neither a servant nor a master. An engineer is an assertive player who may carry out his master's voice. So നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ലാസ്റ്റ് ടൈമിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു എഞ്ചിനീയർ ലൈഫിൽ പ്ലേ ചെയ്യേണ്ടുന്ന ഡിഫറെന്റ് റോൾസ് എന്തൊക്കെയാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. So നമ്മൾ മൂവിങ് ഓൺ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് എത്തിക്കൽ തിയറീസ്. നെക്സ്റ്റ് ടോപ്പിക് എത്തിക്കൽ തിയറീസ്. നമ്മൾ എഞ്ചിനീയറിംഗ് എത്തിക്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ് എത്തിക്സുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ മോറൽ ഡെവലപ്മെന്റ് തിയറിയെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കോൾബർഗ്സ് തിയറി ആൻഡ് ഗിഗ്ലിയൻസ് തിയറി. എന്നിട്ട് അതിന്റെ ഒരു കമ്പാരിസൺ ഒക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. ദെൻ എത്തിക്കൽ തിയറീസ്. എത്തിക്കൽ തിയറീസിന്റെ മറ്റൊരു പേരാണ് തിയറീസ് അബൌട്ട് റൈറ്റ് ആക്ഷൻ. ചിലപ്പോ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്നത് വാട്ട് ആർ ദി തിയറീസ് അബൌട്ട് the right action. So sometimes it's called an ethical theory or theories about right actions. So depending upon the ethics, a person is intended to follow 4 theories which were postulated by 4 different philosophers. That's our virtue theory, right-based theory, then duty-based theory, then utilitarian theory. അതായത് ഈ മൊഡ്യൂളിലെ അനദർ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് ഇപ്പം ഈ പറയാൻ പോകുന്ന എത്തിക്കൽ തിയറീസ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ. സോ തിയറീസ് അബൌട്ട് റൈറ്റ് ആക്ഷൻ ഓർ എത്തിക്കൽ തിയറീസ്, 2 രീതിയിലും ഇതിന്റെ പേര് നമുക്ക് കേൾക്കാം. മീൻസ് എക്സാമിന് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് എക്സ്പ്ലെയിൻ ഡിഫറെന്റ് തിയറീസ് ഓഫ് എത്തിക്സ്, അല്ലെങ്കിൽ എത്തിക്കൽ തിയറീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കാം, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ അബൌട്ട് ദി തിയറീസ് ഓഫ് റൈറ്റ് ആക്ഷൻ എന്നും ചോദിക്കാം. സോ ഒരു ഇൻഡിവിജ്വലിന്റെ, ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ എത്തിക്സിന്റെ ബേസിൽ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ എത്തിക്സ് ഓഫ് എ പേഴ്സൺ ഓർ എത്തിക്സ് എ പേഴ്സൺ ഈസ് ഇന്റൻഡഡ് ടു ഫോളോ 4 തിയറീസ്. അതായത് നമ്മുടെ എത്തിക്സിന്റെ ബേസിൽ നമ്മൾ 4 നിയമങ്ങൾ, 4 രീതിയിലുള്ള അല്ലെങ്കിൽ 4 സിറ്റുവേഷൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന നിയമങ്ങളാണ് അല്ലെങ്കിൽ തിയറീസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ പറയുന്ന 4 തിയറീസിലൂടെ ആയിരിക്കും നമ്മളുടെ ഓരോ സാഹചര്യങ്ങളും കടന്നു പോകുക. സോ നമുക്ക് തിയറീസ് അബൌട്ട് റൈറ്റ് ആക്ഷൻ, ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നതിനെ പറ്റിയുള്ള തിയറി. അപ്പോൾ എന്താണ് ഈ തിയറി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പൊ 4 തിയറീസ് ആണുള്ളത്. വെർച്യൂ തിയറി, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേര് ഇറ്റ്സ് കോൾഡ് ആസ് ഗോൾഡൻ മീൻ തിയറി. ദെൻ നെക്സ്റ്റ് വൺ റൈറ്റ് ബേസ്ഡ് തിയറി, ഡ്യൂട്ടി ബേസ്ഡ് തിയറി. ദെൻ ലാസ്റ്റ് വൺ ഈസ് ദി
utilitarian theory. So നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. What is virtue or golden mean theory? What is right based theory? Then duty based and utilitarian. Moving on, gold mean theory or ഇതിന്റെ മറ്റൊരു പേരെന്താ? Gold mean theory അല്ലെങ്കിൽ virtue theory. Okay, the gold mean theory or virtue theory. This was proposed by famous philosopher Aristotle. According to this theory, the solution to a problem, ഇതാണ് അതിന്റെ ഈ തിയറിയുടെ ഡെഫിനിഷൻ. According to this theory, the solution to a problem is found by analyzing the reason and the logic. A solution into a problem is found by analyzing the reason and the logic behind that problem. ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ, ഒരു പ്രോബ്ലം നമ്മുടെ ലൈഫിൽ, നമ്മുടെ എത്തിക്സ് ഏരിയയിൽ, അല്ലെ നമ്മുടെ മോറൽ ഫീൽഡിൽ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ എങ്ങനെ അനലൈസ് ചെയ്യാം, അല്ലെങ്കിൽ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, അതാണ് ഇവിടെ പറഞ്ഞത്. ബൈ അനലൈസിങ് ദ റീസൺ ആൻഡ് ദ ലോജിക്. എന്തുകൊണ്ടാണ് ആ ഒരു പ്രോബ്ലം വന്നതെന്നും ആ ഒരു പ്രോബ്ലത്തിന്റെ ലോജിക്കും മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സൊല്യൂഷനിലേക്ക് എത്തിച്ചേരുക. സിമ്പിൾ ആണ്. ഇവരൊക്കെ വെറുതെ കുറെ പേര് കൊടുത്തു എന്നല്ലാതെ ഈ തിയറീസ് ഒന്നും വലിയ കടുകട്ടി കാര്യങ്ങളൊന്നും അല്ല. നമ്മുടെ ലൈഫിൽ നമ്മൾ ഓരോരോ നിമിഷവും ഹാൻഡിൽ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും ഓരോ പേരിട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. സോ ഗോൾഡൻ മീൻ തിയറി, നമുക്കിപ്പോ നമ്മുടെ ലൈഫിൽ ഒരു എത്തിക്കൽ പ്രോബ്ലം, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പല രീതിയിൽ ഡിഫറെന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യും അല്ലേ. അപ്പൊ ആ ഹാൻഡ്ലിങ് ഓരോന്നും ഓരോ സിറ്റുവേഷനെയും ഓരോ തിയറി ആയിട്ട് പറഞ്ഞു തരുന്നു. നമുക്കിപ്പോ ഒരു പ്രോബ്ലം വന്നാൽ നമ്മൾ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് ആ പ്രോബ്ലത്തിന്റെ പിന്നിലുള്ള റീസൺസും അതിന്റെ ലോജിക്കും ഒക്കെ നോക്കി മനസ്സിലാക്കിയിട്ടാണെങ്കിൽ ദാറ്റ് ഈസ് virtue theory or golden mean theory. Then why it is called as golden mean? എന്താ മീൻ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ മാത്സിൽ ഒരു മീൻ പഠിച്ചിട്ടുണ്ടല്ലേ, അല്ലെ? ഈ മീൻ എന്ന് പറഞ്ഞ ടേം മാത്സിൽ കേട്ടിട്ടുണ്ട്. എന്താ മാത്സിൽ മീൻ എന്ന് വെച്ചാൽ എന്താ? ആവറേജ് അല്ലെ. അതിപ്പോ ഞാനിപ്പോ 10, 20, 10 to 20 ഇതിന്റെ ആവറേജ് എത്രയാന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? 10 plus 20/2 that is 15 അല്ലെ. അപ്പൊ നമുക്ക് 10ന്റെയും 20ന്റെയും ഇടയിലുള്ള ഒരു ബാലൻസ്ഡ് പോയിന്റ് ആണ് എന്തെന്ന് 15 അല്ലെ. ഇനിയിപ്പോ അല്ലേ പോട്ടെ, നമുക്ക് 15 സെന്റിമീറ്റർ സ്കെയിൽ നമുക്ക് വിരലിൽ ഇങ്ങനെ താങ്ങി നിർത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ സ്കെയിലിന്റെ സെന്ററിൽ 7.5 സെന്റിമീറ്റർ വരുന്നിടയ്ക്ക് നമ്മൾ നമ്മുടെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്യും അല്ലെ. സോ അതേപോലെ തന്നെ ആ ഒരു ബാലൻസിങ്ങിനെ ഡെപിക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മീൻ എന്നുള്ളത് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇറ്റ് ഈസ് എ ഗോൾഡൻ മീൻ എന്നുള്ള പേര് വന്നത്. വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഗോൾഡൻ മീൻ? A mean value of solution which will be between the extremes of excess and deficiency. ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിനിടയിലുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ബാലൻസ് ബിറ്റ്വീൻ ദി എക്സ്ട്രീംസ് ആൻഡ് ഡെഫിഷ്യൻസി. അതായത് ഒരു പ്രോബ്ലം വന്നു, ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ബാലൻസ് ബിറ്റ്വീൻ ദി എക്സ്ട്രീംസ്. ടു എക്സ്ട്രീം, നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും രണ്ട് എക്സ്ട്രീം ഉണ്ട്. സന്തോഷത്തിന് ഏറ്റവും മോസ്റ്റ് ഹാപ്പിനെസ് അല്ലെങ്കിൽ മോസ്റ്റ് പോയിന്റ് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രീം പോയിന്റ് ഉണ്ട്. അതേപോലെ തന്നെ അതിന് നേരെ വേറൊരു എക്സ്ട്രീമും കൂടിയുണ്ട്, വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥ അല്ലെ. സോ ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ബാലൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ മീൻ പോയിന്റ്. നമ്മളിപ്പോ 10നും 20നും ഇടയിലുള്ള ബാലൻസ് എന്ന് പറയുന്നത് മീൻ എന്ന് പറയുന്നത് 15 ആണെന്ന് പറഞ്ഞു അല്ലെ. ഇത് നമ്മുടെ ലൈഫുമായിട്ട് നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. ഈ 20 എന്നുള്ളത് ഹാപ്പി മൊമെന്റ്, ഇതൊരു സാഡ് മൊമെന്റ്, അല്ലെങ്കിൽ നമുക്ക് വളരെ ഹാപ്പിയും വളരെ സങ്കടകരമായിട്ടുള്ള. ഇതിനിടയിലുള്ള ഒരു ബാലൻസ് എന്ന് പറയുന്നത് രണ്ടിന്റെയും മീൻ ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടിന്റെയും ഇടയിലായിരിക്കും അല്ലെ. അപ്പൊ നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, നമുക്കൊരു സങ്കടം വന്നു കഴിഞ്ഞാൽ ആ സങ്കടത്തിന്റെയും സന്തോഷത്തിന്റെയും ഇടയിലുള്ള ഒരു ബാലൻസ്ഡ് കണ്ടീഷൻ ദാറ്റ് ഈസ് ഗോൾഡൻ മീൻ. സോ ഗോൾഡൻ മീൻ എന്ന് വെച്ചാൽ മീൻ എന്നുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദാറ്റ് ഈസ് എ ബാലൻസ് പോയിന്റ്, ദാറ്റ് ഈസ് ആവറേജ്, അല്ലെങ്കിൽ നമ്മൾ മാത്സുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ ആവറേജ് പോയിന്റ് എന്നൊക്കെ പറയുന്നത് പോലെ എ മീൻ വാല്യൂ ഓഫ് സൊല്യൂഷൻ, ഒരു സൊല്യൂഷന്റെ മീൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സൊല്യൂഷന്റെ കൃത്യമായിട്ടുള്ള അളവ് എന്ന് പറയുന്നത് വിൽ ബി between the extremes of excess and deficiency. So the golden mean virtue can be understood as the virtue of reaching a proper balance between extremes in conduct, emotion, desire and attitude. ഇപ്പോൾ നമ്മളുടെ ലൈഫിൽ പല പ്രോബ്ലംസ് വരുമ്പോൾ അതിന്റെയൊക്കെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് അതിന്റെ റീസൺസും ലോജിക്കൊക്കെ വെച്ചിട്ടാണെങ്കിൽ
That is golden mean theory. Why it is called as golden golden means ആ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ എക്സാമിന് അങ്ങനെ തന്നെ ചോദിക്കാം. Why it is called as അരിസ്റ്റോട്ടലിന്റെ വെർച്യൂ തിയറി എന്തുകൊണ്ടാണ് ഗോൾഡൻ മീൻ തിയറി എന്ന പേര് വന്നത്? സോ ഒരു സൊല്യൂഷന്റെ മീൻ വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മീൻ വാല്യൂ ഓഫ് എ സൊല്യൂഷൻ which will be between the extremes of excess and deficiency. Two extremes ഇടയിലായിരിക്കും ഒരു സൊല്യൂഷന്റെ ബാലൻസ് എന്ന് പറയുന്നത്. നമുക്കിപ്പോ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ആ ഒരു മീൻ പോയിന്റിൽ നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ട്രൈ ചെയ്യാം. നമ്മൾ ഒരുപാട് സന്തോഷം വന്നാലും അല്ലെങ്കിൽ ഒരുപാട് ദുഃഖം വന്നാലും നമ്മൾ എന്താണ് അതിനുള്ള ഒരു സൊല്യൂഷൻ? നമുക്കിപ്പോ ഒരുപാട് വല്ലാത്ത ദുഃഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ അകത്ത് നിന്ന് റിക്കവർ ചെയ്യണം, ഒരു സൊല്യൂഷൻ വേണം. ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ? ദുഃഖത്തിന്റെയും ഒരുപാട് സങ്കടത്തിന്റെയും ഒരുപാട് സന്തോഷത്തിന്റെയും ഇടയിലുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ വേണ്ടി നോക്കും അല്ലെ? സോ അത് തന്നെയാണ് ഗോൾഡൻ മീൻ. സോ ഗോൾഡൻ മീൻ വെർച്യൂ ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ആസ് ദി വെർച്യൂ ഓഫ് reaching a proper balance, between extremes. Are the extremes in conduct or extremes in emotion, extremes in desire, extremes in attitude. നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഉള്ള രണ്ട് എക്സ്ട്രീമുകൾക്കിടയിലായിരിക്കും നമ്മുടെ സൊല്യൂഷൻ കിടക്കുന്നത്. The theory states that virtues are tendencies to find the golden mean between the extremes of too much and too little with regard to particular aspect of our life. നമ്മുടെ ലൈഫിൽ ഡിഫറെന്റ് ആസ്പെക്ടിൽ ഡിഫറെന്റ് സിറ്റുവേഷൻസിൽ വരുന്ന എക്സ്ട്രീമിന്റെയും ഡെഫിഷ്യൻസിയുടെയും ഇടയിലുള്ള ഒരു ബാലൻസിങ്ങിനെയാണ് നമ്മൾ ഗോൾഡൻ മീൻ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ഗോൾഡൻ മീൻ തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരാണ് ഇത് പ്രപ്പോസ് ചെയ്തത്? ദ ഫേമസ് ഫിലോസഫർ അരിസ്റ്റോട്ടിൽ. അക്കോർഡിംഗ് ടു ദിസ് തിയറി, a solution to a problem is found by analyzing the reason and logic behind the problem. So why it is called as golden mean? A mean value of solution which will be between the two extremes, or extremes of excess and extremes of deficiency, or extremes of too much or too little, too much and too little. So ഈ ഒരു കാര്യം, ഈ ഒരു തിയറിയാണ് ഗോൾഡൻ മീൻ തിയറി എന്ന് പറയുന്നത്. That is the first theory of our ethical theory, or theories about right action. That is virtue theory or golden mean theory, which was proposed or postulated by famous philosopher Aristotle. By this theory, he stated that a solution to a problem is found by analyzing the reason and the logic behind the problem. Then why it is called as golden mean? A mean value of solution which will be between two extremes of life, or two extremes of conduct, two extremes of emotion, or two extremes of desire and attitude. So the theory states that virtues are the tendency to find the golden mean between the extremes of too much and too little. Okay, clear ano? So then moving on, next theory, that is right based theory. This was proposed by John Locke, another philosopher, John Locke. According to this theory, the solution to a problem is by realizing that every person has a right to live. So നമുക്ക് ഒരുപാട് ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അവിടെ നേരത്തെ പോലെ അതിന്റെ കാര്യകാരണങ്ങളും അതിന്റെ ലോജിക്കും ഇതൊന്നും കുത്തിച്ചെകഞ്ഞ് പരിശോധിക്കാതെ നമ്മൾ അവിടെ ഒരൊറ്റ ആസ്പെക്ടിന്റെ ബേസിൽ സൊല്യൂഷൻസ് കണ്ടെത്തും. എന്താ സൊല്യൂഷൻ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എന്താണ് ആ ആസ്പെക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, solution to a problem is by realizing that every person has a right to live. എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. That is right. അവകാശം, റൈറ്റ് ബേസ്ഡ് തിയറി. സോ നമ്മൾ എന്ത് കാര്യം വന്നാലും, ഇപ്പൊ ഞാനും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും തമ്മിൽ ഭയങ്കര തർക്കം ഉണ്ടായി, നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി, ഒരു പ്രോബ്ലം ഉണ്ടായി. അപ്പൊ ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ആയിട്ട്, അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടി ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. അതായത് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ എന്നോട് വല്ലാതെ ദേഹോപദ്രവം ചെയ്തു, അല്ലെങ്കിൽ എന്നെ വല്ലാതെ ചീത്ത വിളിച്ചു. അപ്പൊ എനിക്ക് എന്തായാലും സ്വാഭാവികമായിട്ട് എനിക്കൊരു മോറൽ പ്രോബ്ലം എന്റെ മുമ്പിൽ എക്സിസ്റ്റ് ചെയ്യാണ് അല്ലെ. അപ്പോ ഞാൻ അവിടെ ചിന്തിക്കുകയാണ്, എന്തായാലും അവനും എന്തുണ്ട്, അല്ലെ നിങ്ങൾക്കും എന്തുണ്ട്, ജീവിക്കാനും എന്നെ തെറി വിളിക്കാനും എന്നോട് സംസാരിക്കാനും എന്നോട് വാദിക്കാനും ഒക്കെ ഉള്ള അവകാശമുണ്ട്. സോ അതങ്ങനെ പോട്ടെ എന്നുള്ള രീതിയിൽ എല്ലാ പ്രോബ്ലംസിന്റെ പിന്നില് ഈസ് റിയലൈസിങ് ദാറ്റ് എവ്രി പേഴ്സൺ ഹാസ് എ റൈറ്റ് ടു ലിവ്. അപ്പൊ ആ ഒരു അവകാശത്തെ സപ്പോർട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഒരു ആക്ഷൻ അല്ലെങ്കിൽ നമ്മളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് റൈറ്റ് ബേസ്ഡ് തിയറി. ഒരു മിനിറ്റ്.
ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ. Yes, sir. ഓക്കെ ഓക്കെ, സോറി, ചെറിയൊരു ഇതായി പോയി. ഓക്കെ, റൈറ്റ് ബേസ്ഡ് തിയറി. എന്താണ് റൈറ്റ് ബേസ്ഡ് തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് പ്രോബ്ലം വന്നാലും അതിന്റെ സൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അങ്ങ് റിയലൈസ് ചെയ്യും. നമ്മൾ വിചാരിക്കും എവറി പേഴ്സൺ ഹാസ് എ റൈറ്റ് ടു ലിവ്. അവന് ജീവിക്കാനുള്ള അവകാശമുണ്ട്, അല്ലെ അവൻ അത് ചെയ്യാനുള്ള അവകാശമുണ്ട്, അല്ലെ അവനത് സംസാരിക്കാനുള്ള അവകാശമുണ്ട്. ആ രീതിയിൽ നമ്മൾ ആ ഒരു റൈറ്റിന്റെ ബേസിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക. ദാറ്റ് ഈസ് റൈറ്റ് ബേസ്ഡ് തിയറി. ദെൻ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ. ദ റൈറ്റ്സ് ഓഫ് എ പേഴ്സൺ ടുവേർഡ്സ് ലൈഫ്, ഹെൽത്ത്, ലിബർട്ടി, പൊസഷൻ എറ്റ്സെട്ര ആർ ടേക്കൻ കെയർ ഓഫ് അണ്ടർ ദിസ് തിയറി. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുമായിട്ട് ഞാനൊരു ഒരു പ്രശ്നത്തിലായി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ തെറി വിളിച്ചു, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ തെറി വിളിച്ചു. അപ്പൊ നമ്മൾ ആ ഒരു പ്രോബ്ലം ആണ്, ഒരു മോറൽ പ്രോബ്ലം ആണ്. അപ്പൊ അവിടെ ഞാൻ ചിന്തിക്കുന്നു, അവൻ എന്നെ തെറി വിളിക്കാനും അവൻ എന്നോട് കയറക്കാനുമുള്ള അവകാശം അവനുണ്ട്. അവന് അല്ലെങ്കിൽ അവനിവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്, എനിക്കുള്ളത് പോലെ തന്നെ അവനും ഉണ്ട് എന്നുള്ള രീതിയിൽ എല്ലാ തീരുമാനങ്ങളും ചില അവകാശങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കുമ്പോൾ ദാറ്റ് ഈസ് റൈറ്റ് ബേസ്ഡ് തിയറി. ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്തത് ജോൺ ലോക്ക് എന്ന് പറയുന്ന ഫിലോസഫർ ആണ്. സോ റൈറ്റ് ബേസ്ഡ് എത്തിക്സ് ഈസ് ദി റെക്കഗ്നീഷൻ ഓഫ് ഹ്യൂമൻ ഡിഗ്നിറ്റി അറ്റ് ഇറ്റ് മോസ്റ്റ് ബേസിക് ഫോം. The ethics refers to the basic human rights, whether they are positive or negative. Everyone has a right to live, liberty, and the pursuit of happiness. Okay, so clear ആണോ റൈറ്റ് ബേസ്ഡ് തിയറി? Yes, sir. Then next one, duty based theory. Duty based theory, നമ്മളിപ്പോ റൈറ്റ് ബേസ്ഡ് തിയറി പറഞ്ഞ പോലെ തന്നെയാണ് ഡ്യൂട്ടി ബേസ്ഡ് തിയറി. So this theory was proposed by Immanuel Kant. According to this theory, every person has a duty to follow, which is accepted universally with no exceptions. അപ്പോ ഇതെന്താ പറയുന്നത് വെച്ചാൽ ഡ്യൂട്ടി ബേസ്ഡ് ആണ്. അതായത് ഈ തിയറി പ്രകാരം ഇമ്മാനുവൽ കാന്റ് പറഞ്ഞത്, ഭൂമിലോകത്തുള്ള എല്ലാ ഇൻഡിവിജ്വൽസിനും, എവ്രി പേഴ്സൺ, അവർക്കൊക്കെ ചില ഡ്യൂട്ടീസ് ഉണ്ട്. അതിൽ ഒരു എക്സെപ്ഷൻസും ഇല്ല. ഇപ്പൊ നമുക്കിപ്പോ ചില ഡ്യൂട്ടികൾ, ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കുള്ള ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ഡേ ലൈഫ് എടുത്തു കഴിഞ്ഞാൽ, വൺ ഡേ മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് ഡിഫറെന്റ് ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കിട്ടും. ബട്ട് ചിലത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഡ്യൂട്ടീസ് ഉണ്ട്, ചിലത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ എക്സെപ്ഷൻസ് ഇല്ലാത്ത കുറെ ഡ്യൂട്ടീസ് ഉണ്ട്. അത് ഈ ഭൂമി ലോകത്തുള്ള എല്ലാ ഇൻഡിവിജ്വൽസിനും, every person has a duty to follow, which is accepted universally with no exceptions. So Kant observed that everyone is bound to follow some moral duties or moral laws. So according to this, it is our duty to obey the categorical imperative rules. To have good will is to perform one's duty for the sake of duty and for no other റീസൺ. അത് സിമ്പിൾ ആയിട്ട് ഇത്രേ ഉള്ളൂ. എല്ലാവരുടെയും ലൈഫിൽ എന്തുണ്ട്, ഒഴിവാക്കാൻ പറ്റാത്ത പല ഡ്യൂട്ടീസും. സോ ഈ ഡ്യൂട്ടീസ് എല്ലാം എല്ലാവരും എന്ത് ചെയ്താൽ, കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്കും അതേപോലെ തന്നെ നമ്മളെ ബൗണ്ട് ചെയ്തല്ലേ, നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന സൊസൈറ്റിക്കും അതെന്താവും, നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റും. സോ Kant observed that everyone is bound to follow some moral rules. സോ ഈ മോറൽ ലോയാണ് നമ്മൾ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയുന്നത്. എല്ലാവരും ചില ഡ്യൂട്ടി ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അപ്പോ അങ്ങനെ ഡ്യൂട്ടീസ് ഒബേ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തുണ്ടാവാം, ഒരു നല്ല അറ്റ്മോസ്ഫിയർ, നല്ല സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പ്രോബ്ലം ഫ്രീ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി പ്രോബ്ലം ഉണ്ടായാലും അവനവന്റെ ഡ്യൂട്ടീസ് കൃത്യമായിട്ട് ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ, എങ്ങനെയുള്ള ഡ്യൂട്ടീസ് ആണ്, എക്സെപ്ഷൻസ് ഇല്ലാത്ത ഡ്യൂട്ടീസ്, അതിനെയാണ് നമ്മൾ മോറൽ ലോ എന്ന് പറയുന്നത്. ചില നിയമങ്ങൾ, ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യാൻ നിർബന്ധിതമായിട്ടുള്ള ചില നിയമങ്ങളുണ്ട്. നമ്മളിപ്പോ ഈ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഇന്ത്യ രാജ്യം അനുശാസിക്കുന്ന കുറെ ലോസും കാര്യങ്ങളും നമ്മൾ അനുസരിക്കാൻ എന്താണ്, ബാധ്യസ്ഥരാണ്. ആ മോറൽ ലോയാണ് ഇവിടെ നമ്മൾ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് ഡെപിക്ട് ചെയ്തേക്കുന്നത്, ഈ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെയുള്ള മോറൽ ലോസ് എല്ലാവരും ഫോളോ ചെയ്യാൻ നിർബന്ധിതരാണ്. എവ്രി വൺ ഈസ് ബൗണ്ട് ടു ഫോളോ ദീസ് മോറൽ ലോസ്. സോ to have good will is to perform one's duty for the sake of duty and for no other reason.
അപ്പൊ നമുക്ക് നല്ലൊരു ഗുഡ് വിൽ ഉണ്ടാകാൻ, അല്ലെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു പ്രോബ്ലം ഫ്രീ അറ്റ്മോസ്ഫിയർ, നല്ലൊരു സാറ്റിസ്ഫൈഡ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? എല്ലാവരും അവനവന്റെ ഡ്യൂട്ടീസ് കൃത്യമായിട്ട് ചെയ്താൽ മതി. മീൻസ് അവനവന്റെ ഫോളോ ചെയ്യേണ്ടുന്ന മോറൽ ലോസ്, നിയമങ്ങളെ അനുസരിച്ച് മുമ്പോട്ട് പോയാൽ ഒരു പ്രോബ്ലംസ് ഉണ്ടാവില്ല. ദാറ്റ് ഈസ് അബൌട്ട് തിയറീസ് ഓഫ് റൈറ്റ് ആക്ഷൻ. സോ ethical theory or theories about right actionൽ നമ്മൾ വെർച്യൂ തിയറി ഓർ ഗോൾഡൻ മീൻ തിയറി പറഞ്ഞു, ദെൻ റൈറ്റ് ബേസ്ഡ് തിയറി പറഞ്ഞു, ദെൻ ഡ്യൂട്ടി ബേസ്ഡ് തിയറി പറഞ്ഞു. ഇനി നാലാമത്തത് ദാറ്റ് ഈസ് യൂട്ടിലിറ്റേറിയൻ തിയറി. യൂട്ടിലിറ്റേറിയൻ തിയറി എന്താണ് യൂട്ടിലിറ്റേറിയൻ തിയറി? ഇനി അതും കൂടിയാണ് ഈ തിയറീസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, വാട്ട് ഈസ് യൂട്ടിലിറ്റേറിയൻ തിയറി? This was proposed by John Stott. According to this theory, the happiness or pleasure of a greatest number of people in the society is considered as the greatest good. എന്താണ് യൂട്ടിലിറ്റേറിയൻ തിയറി പറയുന്നത് വെച്ചാൽ, ഇവര് ഈ ഒരു ഫിലോസഫർ ജോൺ സ്റ്റോട്ട് എന്ന് പറയുന്ന ഫിലോസഫർ മൂപ്പര് പറഞ്ഞത് ഒരു ഇൻഡിവിജ്വലിന്റെയോ അല്ലെങ്കിൽ ഒറ്റ ഒരാളുടെ കാര്യമല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ കേസാണ്. ഡ്യൂട്ടി ബേസ്ഡ് അല്ലെങ്കിൽ യൂട്ടിലിറ്റേറിയൻ തിയറിയിൽ നമ്മുടെ ജോൺ സ്റ്റോട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ, ഞാൻ ഒരു എക്സാമ്പിൾ ഇട്ട് പറയാം. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ 60 കുട്ടികളുണ്ട് എന്ന് വിചാരിച്ചോ, അത്രയില്ല എന്നാ പോലും പോട്ടെ, നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള 25 ആള്. നിങ്ങളുടെ ക്ലാസിന്റെ അസറ്റ് എന്ന് പറയുന്നത് ഈ 25 മെജോറിറ്റി പീപ്പിൾസും നല്ലൊരു ഹാപ്പിനെസ് മൂഡ് അല്ലെങ്കിൽ ഒരു പ്ലഷർ മൂഡിലാണെങ്കിൽ, മീൻസ് ഒരു ഗുഡ് പ്ലഷർ അല്ലെങ്കിൽ ഗുഡ് ഹാപ്പിനെസ് മൂഡിലാണെങ്കിൽ, ദാറ്റ് ഈസ് ദി അസറ്റ് ഓഫ് യുവർ ക്ലാസ്. മൂപ്പര് പറഞ്ഞത് ഒരു സമൂഹത്തിന്റെ അസറ്റ് അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഗ്രേറ്റസ്റ്റ് ഗുഡ് എന്ന് പറയുന്നത്, ആ സമൂഹത്തിന്റെ ഏറ്റവും വലിയ സ്വത്ത് അല്ലെങ്കിൽ ആ സമൂഹത്തിന്റെ ഏറ്റവും വലിയ അന്തസത്ത എന്ന് പറയുന്നത് ആ സമൂഹത്തിലെ മെജോറിറ്റി പീപ്പിൾസും സന്തോഷവാന്മാരായിരിക്കുമ്പോഴാണ് ആ സമൂഹം ഒരു ഗുഡ് വിൽ ഉള്ള അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഗുഡ് ഉള്ള ഒരു സൊസൈറ്റി ആവുന്നത് എന്നാണ് ഇയാൾ പറഞ്ഞത്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞത് നിങ്ങളുടെ ക്ലാസ്സിൽ 25 ആളുണ്ട്. നിങ്ങളുടെ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം ജോൺ സ്റ്റോട്ടിന്റെ ഈ തിയറി പ്രകാരം നിങ്ങളുടെ 25 മെജോറിറ്റി, അതായത് 13 അതിലധികമോ ആൾക്കാർ എപ്പോഴും ഹാപ്പി മൂഡിലാണെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു ഗ്രേറ്റ് പ്ലഷർ മൂഡിലാണെങ്കിൽ, ദാറ്റ് ഈസ് ദി ഗ്രേറ്റസ്റ്റ് ഗുഡ് ഓഫ് യുവർ ക്ലാസ്, ഗ്രേറ്റസ്റ്റ് അസറ്റ് ഓഫ് യുവർ ക്ലാസ്. സോ according to this theory, the happiness or pleasure of a greatest number of people in the society is considered as the greatest good. Clear ആണോ? ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സൊസൈറ്റി അല്ലെങ്കിൽ ഒരു സൊസൈറ്റിക്ക് അകത്തുള്ള മെജോറിറ്റി പീപ്പിൾസും, അതായത് ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴാ പറയാ, 10 ആളാണെങ്കിൽ അവിടുത്തെ ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 10 തന്നെയാണ്, അതല്ലെങ്കിൽ 9 ആണ്, അതല്ലെങ്കിൽ 8 ആണ്, അതായത് പകുതിക്ക് മുകളിൽ അല്ലെ. ഇപ്പോ 10 ഒരു 8 പേരും ഹാപ്പി കണ്ടീഷൻ, 2 പേര് അൺഹാപ്പി കണ്ടീഷൻ ആണെങ്കിലും കുഴപ്പമില്ല, മെജോറിറ്റിയും ഇവിടെ എന്താണ്, ഹാപ്പി അല്ലെങ്കിൽ പ്ലഷർ മൂഡിലാണ്. സോ ദാറ്റ് ഈസ് ദി അസറ്റ്, ദാറ്റ് ഈസ് എ ഗുഡ് വിൽ ഓഫ് ദാറ്റ് ഗ്രൂപ്പ്. അതേപോലെ in a group of അല്ലെങ്കിൽ in a class of 25 students, if 13 and above or 13, 14, 15 like numbers are happy with the situations, with the atmosphere in class, then we can call it as that is the good asset of your class. So according to Stott, the happiness or pleasure of a greatest number of people in the society is considered as the greatest good. According to this philosophy, an action is morally right if its consequence lead to happiness of people and wrong if they lead to their unhappiness. അപ്പൊ ഈ തിയറി പ്രകാരം 2 കാര്യങ്ങളാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് ഫിലോസഫി, an action is morally right. അതായത് നിങ്ങൾ 25 ആളുള്ള ക്ലാസ്സിൽ ഞാൻ ഇന്ന് രാവിലെ വന്നിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു എക്സാം നടത്തുന്നേ, ഒരു അൺഎക്സ്പെക്റ്റഡ് എക്സാം, ഒരു സർപ്രൈസ് ടെസ്റ്റ് നടത്തുന്നു. നിങ്ങളുടെ കൂട്ടത്തില് 25 ആളില് മെജോറിറ്റിയും എന്റെ ഈ തീരുമാനം ഉണ്ടല്ലോ, ഒരു സർപ്രൈസ് ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു എക്സാമുമായിട്ട് 25 മെജോറിറ്റി ആൾക്കാരും മോറലി ഓക്കെ ആണെങ്കിൽ, ക്ലിയർ ആണോ, മോറലി ഓക്കെ ആണെങ്കിൽ ഞാൻ എടുത്ത ഈ തീരുമാനം ഉണ്ടല്ലോ, ഏത് അൺഎക്സ്പെക്റ്റഡ് എക്സാം എന്ന് പറയുന്നത്, ആ ആക്ഷനെ എനിക്ക് മോറലി റൈറ്റ് ആക്ഷൻ എന്ന് പറയാം. ക്ലിയർ ആണോ?
according to this philosophy, an action എന്നുള്ളത് ഞാൻ ഇവിടെ unexpected exam, an unexpected exam is morally right if its consequences lead to happiness of people in your class. ക്ലിയർ? ഇപ്പൊ ഞാനൊരു ഒരു ആക്ഷൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യം ചെയ്യുന്നത് കൊണ്ടുള്ള അതിന്റെ കോൺസിക്വൻസസ് ഉണ്ടാവുമല്ലോ, അതിന്റെ പരിണിത ഫലങ്ങൾ. ആ പരിണിത ഫലങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരിൽ മെജോറിറ്റിക്കും ഹാപ്പിനെസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഞാൻ എടുത്ത ഈ അൺഎക്സ്പെക്ടഡ് എക്സാം എന്ന് പറയുന്ന ആ ആക്ഷൻ ദാറ്റ് ഈസ് മോറലി റൈറ്റ് ആക്ഷൻ ആണെന്ന് വിലയിരുത്താം. ഇനി ഇതേ അൺഎക്സ്പെക്ടഡ് എക്സാം തന്നെ ഞാൻ കണ്ടക്ട് ചെയ്തു, അതിന്റെ കോൺസിക്വൻസ്, അതായത് നിങ്ങൾ ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, നിങ്ങൾ തീരെ പ്രിപ്പയർഡ് അല്ല, നിങ്ങൾ മെന്റലി ഡൗൺ ആയി, നിങ്ങൾ 25 മേ ബി 25 പീപ്പിൾസും 25 സ്റ്റുഡൻസും എന്താണ് അൺഹാപ്പി ആണെങ്കിൽ ദിസ് ആക്ഷൻ വിൽ ബി റോങ്, മോറലി റോങ്. സോ യൂട്ടിലിറ്റേറിയൻ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന തിയറിയാണ്. എന്താ ഈ തിയറി പറയുന്നത്? നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അവിടെയുള്ള മെജോറിറ്റി പീപ്പിൾസ് ഹാപ്പി ആയാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മോറലി റൈറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞ ഈ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ക്ലിയർ ആയിട്ടുണ്ടാവും. ഞാൻ അൺഎക്സ്പെക്ടഡ് എക്സാം, ദാറ്റ് ഈസ് എ ആക്ഷൻ. ഞാൻ അങ്ങനെ ഒരു ആക്ഷൻ നിങ്ങളിലേക്ക് എടുക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലെ മെജോറിറ്റിയും ഈ ഒരു കാര്യം കൊണ്ടുള്ള കോൺസിക്വൻസസിൽ ഹാപ്പി ആണെങ്കിൽ ദാറ്റ് ഈസ് മോറലി റൈറ്റ് തിങ്. ദെൻ ഇഫ് യു ആർ നോട്ട് ഹാപ്പി ദാറ്റ് ഈസ് മോറലി റോങ് തിങ്. ക്ലിയർ? Hello. Sir. Okay. Then what are the uses of ethical theories? നമ്മളിപ്പോ പറഞ്ഞല്ലോ കുറെ എത്തിക്കൽ തിയറി 4 പറഞ്ഞല്ലോ. ഈ തിയറീസിന്റെ ആവശ്യം എന്താണ് ഈ എത്തിക്കൽ തിയറീസിന്റെ ആവശ്യം? ടു അണ്ടർസ്റ്റാൻഡ് ദ മോറൽ ഡിലേമാസ്. ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ മോറൽ ഡിലേമ എന്ന് വെച്ചാൽ എന്തായിരുന്നു ഡിലേമ? എന്തായിരുന്നു? സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ അല്ലെ. ഒന്നിലധികം സിറ്റുവേഷൻസ് വരുമ്പോ അല്ലെങ്കിൽ ഒന്നിലധികം സൊല്യൂഷൻസ് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഏതാണ് ബെസ്റ്റ് എന്ന് നമ്മുടെ മുമ്പിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ദാറ്റ് ഈസ് സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ, ദാറ്റ് ഈസ് ഡിലേമ. സോ നമുക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള എന്തിനാണ് ഈ എത്തിക്കൽ തിയറി, നമ്മൾ ഈ പറഞ്ഞ 4 തിയറി പഠിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. യൂസ് ഓഫ് എത്തിക്കൽ തിയറീസ് ഓർ തിയറീസ് അബൌട്ട് റൈറ്റ് ആക്ഷൻ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ മോറൽ ഡിലേമാസ്. ദേ പ്രൊവൈഡ് ക്ലാരിറ്റി, കൺസിസ്റ്റൻസി, സിസ്റ്റമാറ്റിക് ആൻഡ് കോംപ്രിഹെൻസീവ് അണ്ടർസ്റ്റാൻഡിങ്. നമുക്കൊരു കൺഫ്യൂഷൻ വരുമ്പോൾ അവിടെ ക്ലാരിറ്റി, അവിടെ കൺസിസ്റ്റൻസി, സിസ്റ്റമാറ്റിക് ആൻഡ് കോംപ്രിഹെൻസീവ് അണ്ടർസ്റ്റാൻഡിങ്ങിന് ഉപയോഗപ്രദമാകും നമ്മളുടെ ഈ തിയറീസ്. സോ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഏത് തിയറി ഫോളോ ചെയ്യണം എന്നുള്ളത് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ പറ്റും. ദെൻ ഇറ്റ് പ്രൊവൈഡ്സ് ഹെൽപ്ഫുൾ പ്രാക്ടിക്കൽ ഗൈഡൻസ് ഇൻ മോറൽ ഇഷ്യൂസ് ടുവേർഡ്സ് ദി സൊല്യൂഷൻ. അപ്പൊ നമുക്കൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയുള്ള പ്രാക്ടിക്കൽ ഗൈഡൻസും കൂടി തരും ഈ ഓരോ തിയറിയും. നമ്മൾ ഓരോ തിയറിയും ഡിഫറെന്റ് ആണ്. ഒന്ന് രണ്ടിന്റെ ഇടയിൽ എക്സ്ട്രീംസിന്റെ ഇടയിലുള്ള ആവറേജ് ആണ്, മറ്റൊന്ന് അവകാശങ്ങളെ ബേസ് ചെയ്തിട്ടാണ്, മറ്റൊന്ന് ഡ്യൂട്ടി അല്ലെങ്കിൽ മോറൽ ലോസിനെ ബേസ് ചെയ്തിട്ടാണ്. ഇത് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ കൂടുതൽ ആൾക്കാരെയും സന്തോഷിപ്പിക്കുക എന്നുള്ളത്. സോ നമുക്ക് പല സിറ്റുവേഷൻസിലും മോറൽ ഇഷ്യൂസ് വരുമ്പോൾ അവിടെയൊക്കെ നമുക്ക് പ്രാക്ടിക്കൽ ഗൈഡൻസ് തരും. ദെൻ ജസ്റ്റിഫൈങ് പ്രൊഫഷണൽ ഒബ്ലിഗേഷൻസ് ആൻഡ് ഡിസിഷൻസ്. ദെൻ ഇൻ റിലേറ്റിംഗ് ഓർഡിനറി ആൻഡ് പ്രൊഫഷണൽ മൊറാലിറ്റി. ഓക്കെ, അപ്പൊ എന്താണ് ഓർഡിനറി മൊറാലിറ്റി, എന്താണ് പ്രൊഫഷണൽ മൊറാലിറ്റി എന്നുള്ളതൊക്കെ തമ്മിൽ റിലേറ്റ് ചെയ്യാനും നമുക്ക് അതൊക്കെ പ്രാക്ടിക്കൽ ആയിട്ട് മനസ്സിലാക്കാനും ഈ തിയറി പ്രകാരം പറ്റും. സോ ഈ തിയറീസ് 4 ക്ലിയർ ആണോ? ഏതൊക്കെയാ തിയറീസ്? ഏതൊക്കെയാ? വെർച്യൂ തിയറി ഓർ ഗോൾഡൻ മീൻ തിയറി, റൈറ്റ് ബേസ്ഡ് തിയറി, ഡ്യൂട്ടി ബേസ്ഡ് തിയറി, ദെൻ യൂട്ടിലിറ്റേറിയൻ തിയറി. ഇനി കുറച്ച് ടേംസിനെ പറ്റിയാണ് പറയാനുള്ളത്. സെൽഫ് ഇൻട്രസ്റ്റ്, കസ്റ്റംസ്, റിലീജിയൻ, ഇത്രയും കാര്യങ്ങൾ ഇനി ഈ മൊഡ്യൂളിനകത്ത് ബാക്കിയുള്ളൂ. എന്താ സെൽഫ് ഇൻട്രസ്റ്റ് മലയാളത്തില്? അല്ലെ, നിങ്ങൾക്കൊക്കെ പല കാര്യങ്ങളോട് സെൽഫ് ഇൻട്രസ്റ്റ് ഉള്ളവരാണ്. ചില ആൾക്കാർക്ക് പഠിക്കുന്നതിനോട് സെൽഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, ചില ആൾക്കാർക്ക് കളിക്കുന്നതിനോടായിരിക്കും സെൽഫ് ഇൻട്രസ്റ്റ്, ചില ആൾക്ക് റീഡിങ്ങിനോടായിരിക്കും. അല്ലെ, സെൽഫ് ഇൻട്രസ്റ്റ് മീൻസ് നിങ്ങൾക്ക് എന്താണോ റൈറ്റ് എന്ന് തോന്നുന്നത്, അല്ലെ, അത് ഓരോ ഇൻഡിവിജ്വൽ പേഴ്സ്പെക്റ്റീവില് ഡിഫറെന്റ് ആയിരിക്കും. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത്, അല്ലെ, നിങ്ങൾക്ക് ചെയ്താൽ കൊള്ളാം എന്ന് തോന്നുന്നതിനെയാണ് നിങ്ങളുടെ സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും ആ ടേംസ്, ഈ സെൽഫ് ഇൻട്രസ്റ്റ്, കസ്റ്റംസ്, റിലീജിയൻ, ഇതിനൊക്കെ നമ്മുടെ എത്തിക്സുമായിട്ട് എന്താണ് ബന്ധം, അല്ലെങ്കിൽ ഒരു
എത്തിക്കൽ ലൈഫുമായിട്ട് എന്താണ് റിലേഷൻ, അതാണ് നമുക്ക് ഇനി പഠിക്കാനുള്ള ചെറിയ ഒരു ടോപ്പിക്കും കൂടിയേ ബാക്കിയുള്ളൂ ഈ മൊഡ്യൂളിൽ. അപ്പോൾ ഇന്ന് പറഞ്ഞ ക്ലിയർ ആണല്ലോ?